വളരെ പുരാതനമായ ഭക്ഷ്യവിളയാണ് നെല്ല്. ക്രിസ്തുവിനും 5000 വർഷങ്ങൾക്ക് മുമ്പേ ഇത് കൃഷി ചെയ്തിരുന്നുവെന്ന് ചരിത്രരേഖകൾ വെളിപ്പെടുത്തുന്നു. ജനിതക വൈവിധ്യത്തിൻ്റെ കാര്യത്തിലും നെല്ല് വളരെ മുന്നിലാണ്. 1,10,000 നെല്ലിനങ്ങൾ വരെ ഭാരതത്തിൽ ഒരു കാലത്ത് കൃഷി ചെയ്തിരുന്നു. കേരളത്തിലും ആയിരക്കണക്കിന് നെല്ലിനങ്ങളാണ് കർഷകർ കൃഷി ചെയ്ത് സംരക്ഷിച്ചു പോന്നിരുന്നത്. എന്നാൽ കാലക്രമേണ ഈ വിലപ്പെട്ട പൈതൃക സമ്പത്തുകൾ നാട് നീങ്ങാൻ തുടങ്ങി. ഭാരതത്തിൽ 6000-ൽ താഴെ ഇനങ്ങൾ മാത്രമേ ഇന്ന് കൃഷി ചെയ്യുന്നുള്ളൂ. കേരളത്തിലെ സ്ഥിതിയും വ്യത്യസ്തമല്ല. 160 നെല്ലിനങ്ങൾ കൃഷി ചെയ്തിരുന്ന വയനാട്ടിൽ 55 എണ്ണമാണ് കഴിഞ്ഞ 2 പതിറ്റാണ്ട് കൊണ്ട് വംശമറ്റുപോയത്. മറ്റുള്ള ജില്ലകളുടെ സ്ഥിതിയും ഇതുതന്നെ. കേരളത്തിലെ വിലപ്പെട്ട നാടൻ നെല്ലിനങ്ങളിൽ പോഷക ഗുണത്തിലും രുചിയിലും മാത്രമല്ല ഔഷധ ഗുണങ്ങളിലും മെച്ചമായ ഇനങ്ങൾ ഉണ്ടായിരുന്നു. നമ്മുടെ പൂർവികർ അരിയെ ആഹാരമായി മാത്രമല്ല ഔഷധമായിട്ട് കൂടിയാണ് കണ്ടിരുന്നത്. നമ്മുടെ ഔഷധ നെല്ലിനങ്ങളിൽ മുഖ്യമാണ് നവരനെല്ല്. കൃഷി പരാശര, അഷ്ടാംഗ സംഹിത, സുശ്രുത സംഹിത തുടങ്ങിയ ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കുന്ന പുരാതനമായ നെല്ലിനമാണിത്. 60 ദിവസം കൊണ്ട് വിളവെടുക്കാവുന്ന സാസ്തിക വിഭാഗത്തിലാണ് ഇതിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കേരളത്തിലെ വയനാട്, പാലക്കാട്, കുട്ടനാട് പ്രദേശങ്ങളിൽ ഈ ഇനം ഒരു കാലത്ത് വ്യാപകമായി കൃഷി ചെയ്തിരുന്നു. കേരളത്തിൽ ജന്മം കൊണ്ട ഇത് നമ്മുടെ വിലപ്പെട്ട ജനിതക സമ്പത്തു തന്നെയാണ്. നവരയരിക്കും കഞ്ഞിവെള്ളത്തിനും മറ്റുൽപ്പന്നങ്ങൾക്കുമൊക്കെ ആഗോളതലത്തിൽ ഇപ്പോൾ പ്രാധാന്യം ലഭിച്ചിട്ടുണ്ട്. 2007-ൽ ഇതിന് ലഭിച്ച ഭൗമസൂചിക അംഗീകാരമാണ് ഭാരതത്തിനുള്ളിലും പുറത്തും ഈ അരിക്ക് നല്ല പ്രചാരം ലഭിക്കാനുള്ള ഒരു പ്രധാന കാരണം. കൃഷിയിടങ്ങളിൽ നിന്ന് ക്രമേണ അപ്രത്യക്ഷമായിക്കൊണ്ടിരുന്ന നവര ഇനത്തിന് പുനരുജ്ജീവനം ലഭിക്കാനും ഇത് വഴിയൊരുക്കി. പാലക്കാട്, ചിറ്റൂർ, കറുകമണിക്കുളത്തുള്ള നവര റൈസ് ഫാർമേഴ്സ് സൊസൈറ്റിക്കാണ് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ഓഫ് ഗുഡ്സ് ആക്ട് 1999 അനുസരിച്ച് നവരയരിക്കുള്ള ഭൗമസൂചിക അംഗീകാരം ലഭിക്കുന്നത്. ഔഷധഗുണമുള്ളതും പോഷകപ്രധാനവുമായ നവരയരിയെ സംരക്ഷിക്കുക എന്ന ആവശ്യകത കണ്ടറിഞ്ഞ് ഭൗമസൂചിക അംഗീകാരം അതിനായി നേടിയെടുക്കുന്നതിന് ഏറെ യത്നിച്ച ഒരു ജൈവ കർഷകൻ ചിറ്റൂരിലുണ്ട്. പൊറ്റേടത്ത് ശ്രീ നാരായണനുണ്ണി. പാലക്കാടൻ മട്ട കൃഷി ചെയ്യുന്ന കർഷകരുടെ കൂട്ടായ്മയായ പാലക്കാട് മട്ട ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി രൂപീകരിക്കുന്നതിലും പാലക്കാടൻ മട്ടയ്ക്ക് ഭൗമസൂചിക അംഗീകാരം ലഭിക്കുന്നതിലും നാരായണനുണ്ണി തന്നെയാണ് മുൻകൈയെടുത്തത്. നാടൻ ഇനങ്ങളുടെ സംരക്ഷണത്തിനുള്ള ദേശീയ പുരസ്കാരമായ പ്ലാന്റ് ജിനോം അവാർഡ് ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ ഈ കർഷകന് ഇതിനകം ലഭിച്ചു കഴിഞ്ഞു. ചിറ്റൂർ ശോകനാശിനി പുഴയുടെ തീരത്ത് 12 ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്ന നവര എക്കോ ഫാമിൽ തികച്ചും ജൈവ രീതിയിൽ നാരായണനുണ്ണി നവരനെല്ല് കൃഷി ചെയ്യുന്നു. നാടൻ നെല്ലിനങ്ങളുടെ സംരക്ഷണ രംഗത്തേക്ക് ഉണ്ണി പ്രവേശിക്കുന്നത് നവരയുടെ വിലപ്പെട്ട ഗുണങ്ങൾ മനസ്സിലാക്കിയതിലൂടെയായിരുന്നു. ഈ കൃഷിയിടം 130ഓളം കൊല്ലം പഴക്കമുള്ള ഒരു കൃഷിയിടമാണ്. എൻ്റെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ 61 കൊല്ലത്തോളം ജീവിതകാലത്ത് 61 കൊല്ലത്തോളം കാലം ഇതിനെ പരിപാലിച്ചു വന്നു. അതിനുമുമ്പ് അവരുടെ പൂർവികരാണ് ഇത് സംരക്ഷിച്ചു പോകുന്നത്. എൻ്റെ അച്ഛൻ്റെ ഏട്ടൻ ശ്രീ എം കേളക്കുട്ടി മേനോൻ കേരളത്തിലെ ആദ്യത്തെ ഒരു റൈസ് സ്പെഷ്യലിസ്റ്റ്, പട്ടാമ്പിയിലെ ഒരു റൈസ് സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു. അവർ രണ്ടുപേരും കൂടെ, അതായത് വലിയച്ഛൻ്റെ ആ ശാസ്ത്രീയമായിട്ടുള്ള നിർദ്ദേശങ്ങളും അച്ഛൻ്റെ പ്രായോഗികമായിട്ടുള്ള പരിപാലനവും ചേർന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഒരു കൃഷിയിടമായിട്ടാണ് ഇത് മുന്നോട്ട് പോയിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 94 ഡിസംബറിൽ ആ സമയത്ത് തീരെ ഞങ്ങൾ പ്രതീക്ഷിക്കാതെ അച്ഛൻ്റെ മരണമുണ്ടായത്. ആ സമയത്ത് ഞാൻ കോഴിക്കോട് HCL കമ്പ്യൂട്ടേഴ്സിൻ്റെ നോർത്ത് കേരള ഡീലറായിട്ട് ഓഫീസൊക്കെ ആയിട്ട് ജോലി ചെയ്യുകയായിരുന്നു. ഞങ്ങൾക്ക് കോഴിക്കോട്, കണ്ണൂർ, പാലക്കാടൊക്കെ ഓഫീസുണ്ടായിരുന്നു. ഇവിടെ അമ്മ തന്നെയായിരുന്നു. അത് മാത്രമല്ല കൃഷി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു തിരഞ്ഞെടുപ്പിൻ്റെ ആവശ്യം വന്നു. കൃഷിയിലേക്ക് വരണോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബിസിനസ് തുറന്നുകൊണ്ട് പോകണോ എന്നുള്ളത്. തീർച്ചയായിട്ടും ഞാൻ ഈ അന്തരീക്ഷത്തിൽ വളർന്ന ഒരാളായതുകൊണ്ടും എനിക്ക് വളരെയധികം താല്പര്യമുള്ള ഒരു കാര്യമായതുകൊണ്ടും കൃഷി ഞാൻ തിരഞ്ഞെടുത്തു. 1 കൊല്ലത്തോളം സമയമെടുത്ത് റണ്ണിങ് ബിസിനസ്സായ ആ കമ്പ്യൂട്ടർ ബിസിനസ് വൈൻഡപ്പ് ചെയ്ത് ഇവിടെ പൂർണ്ണമായും കൃഷിയിലേക്ക് തന്നെ വന്നു.
ആ സമയത്ത് ഞാൻ ബിസിനസ് എന്നുള്ളതായിരുന്നു എൻ്റെ റേഷൻ കാർഡിലുള്ളത്. അത് വരെ മാറ്റിയിട്ട് കച്ചവടം എന്നുള്ളത് മാറ്റിയിട്ട് കൃഷി എന്നുള്ളത് റേഷൻ കാർഡിൽ വരെ ആക്കിയിട്ട് സ്വയം പ്രഖ്യാപിച്ചിട്ട്, അതായത് ഒരു കൃഷിക്കാരൻ തന്നെയാണ് എന്നുള്ള രീതിക്ക് തന്നെയാണ്. കാരണം അത് വളരെ മോശമായിട്ടുള്ളൊരു സമയമായിരുന്നു കൃഷിക്ക് കേരളത്തിൽ പൊതുവെ, അതേസമയം നെൽകൃഷിക്ക് പ്രത്യേകിച്ചും വളരെ മോശമായിട്ടുള്ളൊരു സമയമായിരുന്നു വരുമാനത്തിൻ്റെ കാര്യം നോക്കുമ്പോൾ. അങ്ങനെയുള്ളൊരു സമയത്താണ് ബോധപൂർവം ഈ തീരുമാനം എടുത്തത്. നവരനെല്ലിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? നവര കേരളത്തിൻ്റെ തനതായ ഒരു ഔഷധ അരിയാണ്. അതോടൊപ്പം അതൊരു ആരോഗ്യ ഭക്ഷണവും കൂടിയാണ്. കേരള ആയുർവേദ ചികിത്സാ സമ്പ്രദായത്തിലാണ് അതിൻ്റെ ഉപയോഗം. സുശ്രുത സംഹിത എന്നുള്ള ഗ്രന്ഥത്തിൽ, ആയുർവേദ ഗ്രന്ഥത്തിൽ, അതായത് 2000-ൽ കൂടുതൽ കൊല്ലം പഴക്കമുള്ള ആയുർവേദ ഗ്രന്ഥത്തിൽ ഷാഷ്ടിക അരി നെല്ല് എന്നുള്ള രീതിയിൽ നവരയുടെ പരാമർശമുണ്ട്. കറുത്ത അരിയും മഞ്ഞ അരിയുമുള്ള രണ്ടിനം നവരനെല്ല് ഇന്ന് നാരായണനുണ്ണിയുടെ നവര എക്കോ ഫാമിൽ കൃഷി ചെയ്യുന്നു. വേനൽക്കാല വിളയായി മകരം കുംഭം മാസങ്ങളിലാണ് നവരനെല്ല് കൃഷി ചെയ്യുക. 40 മുതൽ 60 കിലോഗ്രാം വരെ നെല്ലാണ് ഒരു ഹെക്ടറിലേക്ക് വിതയ്ക്കായി വേണ്ടത്. നവര ഒരു ഷാഷ്ടിക ശൈലി അരിയാണ്. അതായത് 60 ദിവസം കൊണ്ട് മൂപ്പായി കൊയ്യാൻ പാകമാവുന്ന ഒരു നെല്ലിനമാണ് നവര. മറ്റൊന്ന്, ഇത് സീസൺ ബൗണ്ടാണ്. അതായത് കാലവർഷം, നമ്മുടെ കാലവർഷങ്ങളെല്ലാം കഴിഞ്ഞ്, തുലാവർഷം എല്ലാം കഴിഞ്ഞ് അതിനുശേഷം വേനൽക്കാലത്തെ ഒരു പുഞ്ചയായിട്ടാണ് ഈ കൃഷി ചെയ്യുന്നത്. അതോടൊപ്പം ഇത് രാസവളങ്ങളോ രാസകീടനാശിനികളോ ഒന്നും ഉപയോഗിക്കാതെ തികച്ചും ജൈവ രീതിയിൽ മാത്രമാണ് നവര കൃഷി ചെയ്യുന്നത്. വേറൊന്നെന്താ വെച്ചാൽ ഇത് മൂപ്പ് കുറവായതുകൊണ്ട് അതിൻ്റെ കാലയളവ്, വിളയുടെ കാലയളവ് 60 ദിവസം മാത്രമേ ഉള്ളതുകൊണ്ട് തന്നെ നടാൻ പറ്റില്ല. അത് വിതയായിട്ടാണ് അത് സാധാരണ കൃഷി ചെയ്യുന്നത്. മറ്റ് പരിപാലനങ്ങളെല്ലാം കുറേയൊക്കെ ഏറെക്കുറെ സാധാരണ നെല്ലിൻ്റെ കൃഷിമുറകൾ തന്നെയാണ് അവലംബിക്കുക. ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നപ്പോൾ അങ്ങ് അനുഭവിച്ചിട്ടുള്ള പ്രതിസന്ധികൾ എന്തൊക്കെയാണ്? പ്രധാനമായും വിത്ത് തന്നെയായിരുന്നു. ശുദ്ധമായ നവരയുടെ വിത്ത് ആ സമയത്ത് ലഭ്യമായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ കൃഷിയിടത്തിൽ 15 സെൻറ്റിൽ തുടങ്ങി അത് വിത്ത് ശുദ്ധീകരണം നടത്തേണ്ടി വന്നു. 2.5 കൊല്ലം 3 കൊല്ലത്തോളം സമയമെടുത്തിട്ടാണ് പൂർണ്ണമായും ശുദ്ധമായ നവര രണ്ടിനവും, കറുപ്പും അതുപോലെ വെള്ളയും, നമുക്ക് ശുദ്ധീകരിക്കാൻ സാധിച്ചത്. അതിന് ആദ്യം തന്നെ പല കൃഷിയിടങ്ങൾ, അതായത് പുറമേ വിത്ത് ലഭ്യമായിരുന്നില്ല. അപ്പോൾ നേരിട്ട് കൃഷിക്കാരെ പല മേഖലയിൽ, പല ഭാഗത്തുള്ള വിവിധ ഭാഗങ്ങളിൽ, പാലക്കാട് ജില്ലയിലും മറ്റുമുള്ള വിവിധ ഭാഗങ്ങളിലുള്ള കൃഷിക്കാരെ നേരിട്ട് പോയി കണ്ട് അപൂർവം ചിലരെ നവര ചെയ്തിരുന്നുള്ളൂ. അവരുടെ കയ്യിൽ നിന്ന് കുറച്ച് കളർഫുൾ തന്നെയായിരുന്നു, അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. എന്നാലും അത് ലഭ്യമായിരുന്നുള്ളൂ. ആ വിത്തുകൾ ശേഖരിച്ച് അതോടൊപ്പം പ്രൊഫസർ സ്വാമിനാഥൻ, ഡോക്ടർ സ്വാമിനാഥൻ ഫൗണ്ടേഷനിലെ ഡോക്ടർ അനിൽകുമാറും ചില കൃഷിക്കാരെ പരിചയപ്പെടുത്തി, ഇതിനു വേണ്ടിയിട്ട് കോഴിക്കോട് ഭാഗങ്ങളിലുള്ള ചില കൃഷിക്കാരെ പരിചയപ്പെടുത്തുകയും അവരെയും ഞാൻ സമീപിച്ച് അങ്ങനെ കുറേശ്ശെ വിത്തുകൾ കുറേശ്ശെ ശേഖരിച്ച്, വളരെ കുറഞ്ഞ അളവിലുള്ള വിത്തുകളെ കിട്ടിയിരുന്നുള്ളൂ. അത് ശേഖരിച്ച് നമ്മുടെ കൃഷിയിടത്തിൽ വെച്ച് 15 സെൻറ്റിൽ നിന്ന് കാലക്രമേണ 2-3 കൊല്ലം കൊണ്ട് നമ്മളൊരു 18 ഏക്കറിലേക്ക് കൃഷി വ്യാപിപ്പിക്കാനും വിത്ത് ശുദ്ധീകരിക്കാനും തുറന്ന് കൃഷി വ്യാപിപ്പിക്കാനും നമുക്ക് പറ്റി. നവര സമ്പൂർണ്ണ ജൈവമാർഗത്തിൽ കൃഷി ചെയ്യുന്നത് ഏറെ ശ്രദ്ധ വേണ്ട ഒന്നാണെന്നാണ് ഉണ്ണിയുടെ അനുഭവം. കീടനിയന്ത്രണമാണ് പ്രധാനമായ വെല്ലുവിളി. നവര നെൽകൃഷി പറയുമ്പോൾ നമ്മൾ ജൈവ രീതിയിൽ ചെയ്യണമല്ലോ. അപ്പോൾ അതിന് രോഗ കീട നിയന്ത്രണങ്ങൾക്കൊക്കെ എന്തെല്ലാം മാർഗമാണ് സാറ് അവലംബിച്ചു വരുന്നത്? രോഗങ്ങൾ നമുക്ക് ഇപ്പോൾ കുറേ കാലമായിട്ട് അങ്ങനെ വളരെയധികം രോഗങ്ങൾ കണ്ടുവരാറില്ല. മറ്റ് കീടങ്ങളുടെ ആക്രമണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓല ചുരുട്ടി അല്ലെങ്കിൽ തണ്ടുതുരപ്പൻ, അത്തരം കീടങ്ങൾ ബാധിക്കാറുണ്ട്. അതിന് നമ്മൾ ട്രൈക്കോഗ്രാമ കാർഡ്സാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതും ഈ കഴിഞ്ഞ 2 കൊല്ലത്തോളമായിട്ട് അതിൻ്റെ അറ്റാക്കും വളരെ കുറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന് വരുന്നത് ചാഴിയാണ്. അതായത് നെല്ല് കതിരായി വരുന്ന സമയത്തോട്ട് പാലുറക്കുന്ന വരെയുള്ള സമയങ്ങളിൽ ചാഴികളുടെ ആക്രമണമാണ്. അത് തീർത്തും ജൈവ രീതിയിൽ നമ്മുടെ ആൾക്കാരെ, അതായത് ഇവിടെ വർക്ക് ചെയ്യുന്നവരെ ട്രെയിൻ ചെയ്ത് നമ്മൾ വല വീശി പിടിച്ച് നിയന്ത്രിക്കുക തന്നെയാണ് ചെയ്യുന്നത്. ഇതോടൊപ്പം തന്നെ നമ്മൾ ആദ്യം തൊട്ട് തന്നെ ജൈവ രീതി അവലംബിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വരമ്പുകളിൽ ചെണ്ടുമല്ലി, അതുപോലെ തുളസി എല്ലാം നടുകയും അതോടൊപ്പം തന്നെ അവശിഷ്ടങ്ങൾ, മത്സ്യത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഉപയോഗിച്ച് ഒരു പരിധിവരെ കീടങ്ങളെ നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങളും തുടർന്നു. അപ്പോൾ ഒരു രീതിക്ക് മാത്രമല്ല, പല രീതികൾ അവലംബിച്ച് ഒരേ സമയം അവലംബിച്ചിട്ടാണ് നമ്മൾ കീടങ്ങളെ നിയന്ത്രിക്കുന്നത്. 2000-ൽ തന്നെ പൂർണ്ണ ജൈവ കൃഷിയിലേക്ക് ഉണ്ണിത്തിരിഞ്ഞു. 2003-ൽ തൻ്റെ കൃഷിത്തോട്ടത്തിനും
2005 നവരയരിക്കും ഉൽപ്പന്നങ്ങൾക്കും ജൈവ സർട്ടിഫിക്കേഷനും ലഭിച്ചു. നാഷണൽ പ്രോജക്റ്റ് ഓൺ ഓർഗാനിക് പ്രൊഡക്ഷൻ, യൂറോപ്യൻ യൂണിയൻ, US ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ എന്നിവയാണ് നവരയരിക്ക് ജൈവ സർട്ടിഫിക്കേഷൻ നൽകിയത്. ഈ സർട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ 2002 ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ നാഷണൽ പ്രോജക്റ്റ് ഓൺ ഓർഗാനിക് പ്രൊഡക്ഷൻ എന്നുള്ള ഒരു ഓർഗാനിക് സർട്ടിഫിക്കേഷൻ്റെ ഒരു നിയമം വന്നത്. അതിനോടനുബന്ധിച്ച് അവിടെ ഒരു എക്സിബിഷൻ ഡൽഹിയിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നടത്തിയിരുന്നു. അവിടെ പോകാനും പങ്കെടുക്കാനും കാണാനും എനിക്ക് ഒരു അവസരം ഉണ്ടായി. ആ സമയത്താണ് ഈ സർട്ടിഫിക്കേഷൻ ഏജൻസീസിൻ്റെ സ്റ്റോളുകൾ അവിടെ അവർ വെച്ചിരുന്നു. അപ്പോൾ അതിൽ നിന്ന് അവരെയൊക്കെ പരിചയപ്പെടാൻ പറ്റി. അവിടെ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ സർട്ടിഫയിങ് ഏജൻസി ഇൻഡോസെർട്ട് എന്നുള്ള ഒരു ഏജൻസി മാത്രമേ അവിടെ സ്റ്റോളായിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കേരളത്തിലായിരുന്നു അവരുടെ ഓഫീസ് ആലുവയിൽ. അപ്പോൾ അവരുമായിട്ട് 2003 ഞാൻ അവരുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് അന്ന് തൊട്ട് തന്നെ 2003 തൊട്ടിട്ട് തന്നെ ഓർഗാനിക് സർട്ടിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി. അത് 2 കൊല്ലം കഴിഞ്ഞ് 3ാമത്തെ കൊല്ലമാണ് ആനുവൽ ക്രോപ്സ്, അതായത് നവര, പച്ചക്കറികൾ, വാഴപ്പഴം, പപ്പായ പോലുള്ള ഫലവൃക്ഷങ്ങളും. 4ാമത്തെ കൊല്ലമാണ് അത് മറ്റ് വിളകളെല്ലാം പെരീനിയൽ ക്രോപ്സ്, തെങ്ങ്, മാവ്, പ്ലാവ്, ഔഷധവൃക്ഷങ്ങൾ, സസ്യങ്ങൾ, കറുവപ്പട്ട മുതലായ സുഗന്ധ വൃക്ഷങ്ങൾ, അതെല്ലാം സർട്ടിഫൈഡ് ആവുന്നത്. അങ്ങനെ 2003 തുടങ്ങിയ പ്രവർത്തനം 2005 ആകുമ്പോഴേക്കും നവരയ്ക്കും മറ്റ് വാർഷിക വിളകൾക്കും സർട്ടിഫിക്കേഷൻ ആവുകയും 2006 പൂർണ്ണമായും കൃഷിയുടെ മുഴുവൻ എല്ലാ വിളകളും ഓർഗാനിക്കായിട്ടുള്ള സർട്ടിഫിക്കറ്റിലാണ് നമ്മളിവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. കുറഞ്ഞ വിളവാണ് നവര ഇനത്തിൻ്റെ ഏറ്റവും പ്രധാനമായ പരിമിതി. 1 ഏക്കറിൽ നിന്നും ലഭിക്കുന്ന വിളവ് ശരാശരി 250 കിലോഗ്രാം മാത്രമാണ്. നേരിട്ട് തന്നെയാണ് ഇത് വിപണനം ചെയ്യുക. UNF ഓർഗാനിക് നവര റൈസ് എന്ന ബ്രാൻഡിൽ 250 ഗ്രാം, 500 ഗ്രാം വലുപ്പത്തിൽ പാക്ക് ചെയ്ത് ഇത് വിറ്റഴിക്കുന്നു. കൂടാതെ ഔഷധ സമ്പുഷ്ടമായ നവരയുടെ തവിട് UNF ഓർഗാനിക് നവര റൈസ് ബ്രാൻഡ് എന്ന ബ്രാൻഡിലും വിൽക്കുന്നുണ്ട്. ശൈശവ ആഹാരമായി വളരെ മെച്ചമായ UNF ഓർഗാനിക് നവര റൈസ് പൗഡറാണ് മറ്റൊരു ഉൽപ്പന്നം. നവരയുടെ ഉൽപ്പന്നങ്ങളായ അരി, അരിപ്പൊടി, അവില് ഇതെല്ലാം നമ്മൾ ബ്രാൻഡ് ചെയ്ത് പാക്ക് ചെയ്ത് വിപണിയിലേക്ക് ആവശ്യക്കാർക്കായിട്ട് കൊടുക്കാനായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇത് നവര അരിയുടെ 500 ഗ്രാമിൻ്റെ ഒരു പാക്കാണ്. ഇതിൽ നമ്മൾ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞിട്ടുണ്ട്. ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ രജിസ്ട്രേഷൻ്റെ ലോഗോ ഉണ്ട്, അതുപോലെ സർട്ടിഫൈഡ് ഓർഗാനിക് ആണ് എന്നുള്ളതിൻ്റെ ലോഗോ ഉണ്ട്. ഇത് ഇന്ത്യ, EU യൂറോപ്യൻ യൂണിയൻ, അതുപോലെ USDA അമേരിക്ക എല്ലാവിടേക്കും സർട്ടിഫൈഡ് ഓർഗാനിക് ആണ്. ഇവിടേക്കെല്ലാം നമുക്ക് ഇത് ലഭ്യമാക്കാൻ പറ്റും. അതോടൊപ്പം ഇതിൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ട് തന്നെ ഓർഗാനിക്കിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് ഈ പാക്കിങ്ങിലുള്ളത്. ഇതിൽ നമ്മൾ ലോഗോ പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകമായിട്ടുള്ള ലോഗോ ഉണ്ട്. അങ്ങനെ ബ്രാൻഡ് ചെയ്ത് പാക്ക് ചെയ്തിട്ട് ഈ പ്രോഡക്റ്റ്സ് എല്ലാം ലഭ്യമാക്കാനായിട്ട് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഗവേഷണങ്ങളിലൂടെ നവരയുടെ ഔഷധ മേന്മകൾ കൂടുതലായി വെളിപ്പെട്ടു തുടങ്ങിക്കഴിഞ്ഞു. നവരയരിയുടെ കഞ്ഞി സോറിയാസിസ്, അസ്ഥിബലക്ഷയം, ലിവർ സിറോസിസ്, പൈൽസ് എന്നിവയുടെ ചികിത്സയിൽ സ്ഥാനം നേടിയിട്ടുണ്ട്. നവരത്തവിട് അൾസർ ശമനത്തിനായി നൽകി വരുന്നു. നവര അരിപ്പൊടിയിൽ നിന്നുണ്ടാക്കുന്ന പൂച്ച് പാമ്പുകടി കൊണ്ടുണ്ടാകുന്ന വേദന മാറ്റാനും മുറിവുണങ്ങാനും പുറമേ പുരട്ടുന്നുണ്ട്. വാതപിത്ത കഫങ്ങളെ ശമിപ്പിക്കുന്നതും ഒട്ടേറെ രോഗങ്ങളെ അകറ്റുന്നതുമായ നവരയരി നിരവധി ആയുർവേദ ഔഷധക്കൂട്ടുകളിലെ ചേരുവയായി സ്ഥാനം നേടിയിട്ടുണ്ട്. പാചകം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പശിമയും ചൂട് പിടിച്ചുവെക്കാനുള്ള ശേഷിയുമാണ് നവരക്കിഴിയിലൂടെ ഔഷധങ്ങൾ ശരീരത്തിൽ സന്നിവേശിപ്പിക്കാനുള്ള കഴിവിന് നിദാനം. ഏതൊക്കെ തരത്തിലുള്ള ഔഷധ ഗുണങ്ങളാണ് നവരയ്ക്ക് ഉള്ളത്? നവര കേരളത്തിൻ്റെ തനതായ ആയുർവേദ പഞ്ചകർമ്മ ചികിത്സാ സമ്പ്രദായത്തിൽ നവരക്കിഴി, നവരത്തേപ്പ് എന്നീ 2 സമ്പ്രദായത്തിലാണ് ഉപയോഗിക്കുന്നത്. നവരക്കിഴി വാദം, പക്ഷാഘാതം എന്നുള്ള അസുഖങ്ങൾക്കും അതുപോലെ തന്നെ ഞരമ്പ് സംബന്ധമായ അസുഖങ്ങൾക്കുമാണ് ഉപയോഗിക്കുന്നത്. നവരത്തേപ്പ് ചെറിയ കുട്ടികളിലെ പോളിയോയ്ക്ക് ഫലപ്രദമായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട്. അതോടൊപ്പം നവരയുടെ അരിപ്പൊടി പാമ്പിൻ്റെ വിഷബാധയേറ്റ മുറിവുകളിൽ മുറിവ് ഉണങ്ങാനും വേദന കുറയ്ക്കാനുമായിട്ട് ഒരു ലേപനമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. തവിട്, നവരയുടെ തവിട് തിളപ്പിച്ച പാലിൽ കുറുക്കിയിട്ട് കുടിക്കുമ്പോൾ വായ്പുണ്ണ്, അൾസേഴ്സ് ഓഫ് ദ മൗത്തിന് ഫലപ്രദമായിട്ട് വരുന്നുണ്ട്. നവരയുടെ വേര്
വെള്ളത്തിൽ തിളപ്പിച്ച് ആ വെള്ളം കുടിക്കുമ്പോൾ കുട്ടികളുടെ യൂറിനറി ഇൻഫെക്ഷന് ഫലപ്രദമായിട്ടുള്ള ഒരു ചികിത്സയായിട്ട് കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ നവരയുടെ വൈക്കോല് പഴയ ഒരു ഉപയോഗമാണ്. ഇപ്പോഴത് അതിനെപ്പറ്റി അറിയില്ല ഉപയോഗിക്കുന്നുണ്ടോയെന്ന്. പക്ഷേ പണ്ട് കാലങ്ങളിൽ തന്നെ അതിൻ്റെ വൈക്കോൽ കൊണ്ടുള്ള കിടക്ക ഉണ്ടാക്കി അത് ഉപയോഗിക്കുകയാണെങ്കിൽ, അതിൽ കിടക്കുകയാണെങ്കിൽ പുറം വേദനയ്ക്ക് ശമനം കാണുന്നുണ്ട് എന്ന് പരാമർശങ്ങളുണ്ട്. നമ്മുടെ ഒരു പൈതൃക സ്വത്ത് എന്ന നിലയിൽ നവരനെല്ലിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അങ്ങ് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ്? ഇത് നമ്മൾ വിത്ത് സംരക്ഷണം തൊട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്തു, വിത്ത് ശുദ്ധീകരണം തൊട്ടുള്ള പ്രവർത്തനങ്ങൾ. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഭൗതിക സ്വത്ത് അവകാശമായിട്ട് രജിസ്റ്റർ ചെയ്യാനായിട്ട് പുതിയൊരു നിയമം 2003 സെപ്റ്റംബർ 15 ഇന്ത്യയിൽ വന്നത്, ജോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ രജിസ്ട്രേഷൻ. അതുപ്രകാരം കേരളത്തിൻ്റെ തനതായ ഔഷധ നെല്ലിനമായ പാരമ്പര്യ നെല്ലായ നവരയെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ തുടങ്ങി. അതിനുവേണ്ടി നവര റൈസ് ഫാമേഴ്സ് സൊസൈറ്റി നമ്മൾ രൂപീകരിച്ചു. അപ്പോൾ അവിടെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് എന്തുകൊണ്ടാണ് ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ രജിസ്ട്രേഷൻ കൊണ്ട് 2 രീതിക്കുള്ള ഗുണങ്ങളുണ്ട്. ഒന്ന് കൃഷിക്കാർക്കുള്ള ഗുണങ്ങളാണ്. അതായത് നവര എന്ന് പറയുന്നത് ഈ കാരണങ്ങൾ കൊണ്ടാണ്, ഔഷധ നെല്ലായതുകൊണ്ടും ആരോഗ്യ ഭക്ഷണം ആയതുകൊണ്ട് മറ്റ് നെല്ലിനങ്ങളെക്കാട്ടിലും അരിയെക്കാട്ടിലും വില കൂടുതലുണ്ട്. അപ്പോൾ ഒരു പ്രീമിയം പ്രൈസ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഉപഭോക്താവ് ആ പ്രീമിയം പ്രൈസ് കൊടുക്കാൻ തയ്യാറാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഗുണങ്ങൾ ഉള്ളതുകൊണ്ടാണ് അത് കൊടുക്കുന്നത്. പക്ഷേ അവിടെ ഒരു കൃഷിക്കാരെ, അതായത് യഥാർത്ഥ ഉൽപ്പാദകരായ കൃഷിക്കാർ, നവരയുടെ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ആ പ്രീമിയത്തിൻ്റെ 1% അവർക്ക് കിട്ടുന്നില്ല. അത് പലപ്പോഴും പോകുന്നത് അത് പാക്ക് ചെയ്യുന്നവർക്കോ ബ്രാൻഡ് ചെയ്യുന്നവർക്കോ ആണ് പോകുന്നത്. അപ്പോൾ ആ കൃഷിക്കാർക്ക് ഇതിൻ്റെ ആ പ്രീമിയം പ്രൈസിൻ്റെ 1% കിട്ടാനുള്ള ഒരു രീതി, ഒരു കാര്യം എന്നുള്ള രീതിക്ക്, അതോടൊപ്പം ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ നവര, ശുദ്ധമായ നവര, കലർപ്പില്ലാത്ത നവര കിട്ടാനായിട്ടുള്ള അവർ പ്രീമിയം പ്രൈസ് കൊടുക്കുന്നത് ശുദ്ധമായ നവര എന്ന് വിശ്വസിച്ചിട്ടാണ്. പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നതെന്ന് വെച്ചാൽ കേരളത്തിൽ നിന്ന് തന്നെ പുറത്തുള്ള നെല്ലുകൾ വന്നിട്ട് അരിയാക്കിയിട്ട് നവര എന്നുള്ള പേരിൽ പോകുന്നു. അപ്പോൾ അവർക്ക് ശുദ്ധമായ യഥാർത്ഥമായ നവര കിട്ടുന്നില്ല. അപ്പോൾ ഈ 2 കാര്യങ്ങൾ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജോഗ്രാഫിക് ഇൻഡിക്കേഷൻ രജിസ്ട്രേഷൻ എന്നുള്ള ഒരു ടൂൾ ഉള്ളത്. പൈതൃകമായി നമുക്ക് ലഭിച്ചിരിക്കുന്ന സ്വത്താണ് നവര. ഇത് സംരക്ഷിക്കുന്നതിന് വേണ്ടി ശ്രീ പൊറ്റയത്ത് നാരായണുണ്ണി നടത്തുന്ന പ്രവർത്തനങ്ങൾ എടുത്തു പറയത്തക്കതാണ്. കൃഷി വകുപ്പിൽ നിന്നും അദ്ദേഹത്തിന് എല്ലാവിധ പ്രോത്സാഹനവും നൽകി വരുന്നുണ്ട്. തുടർന്നും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പ്രോത്സാഹനങ്ങളും സഹകരണങ്ങളും കൃഷി വകുപ്പിൽ നിന്ന് നൽകുന്നതാണ്. പഞ്ചഭൂതങ്ങളിൽ ഏറ്റവും ഉന്നതമായത് അന്നമാണെന്ന് തൈത്തിരീയ ഉപനിഷത്തിൽ പറയുന്നു. ഇതിനെ അന്വർത്ഥമാക്കുന്നതാണ് നവര അരിയുടെ മേന്മകൾ. വിദൂരമല്ലാത്ത ഭാവിയിൽ നവരനെല്ല് ആഗോള വിപണിയിൽ തന്നെ ഏറ്റവും പ്രിയമുള്ള ഉൽപ്പന്നമായും കാർഷിക കേരളത്തിൻ്റെ വിലപ്പെട്ട സംഭാവനയായും മാറുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഡീസൽ എഞ്ചിന് മത്സ്യഫെഡ് സബ്സിഡി നൽകുന്നു. തൊടുപുഴയിൽ നിറവ് പദ്ധതി. അഗ്രി മെഷീനറി ടെസ്റ്റിംഗ് സെന്റർ യാഥാർത്ഥ്യമാകുന്നു. വാർത്തകൾ വിശദമായി. ഗ്രാമലക്ഷ്മി, ഗ്രാമപ്രിയ തുടങ്ങി വീട്ടുമുറ്റത്ത് വളർത്താൻ കഴിയുന്ന മേൽത്തരം മുട്ടക്കോഴി ഇനങ്ങളെ അഞ്ചൽ മൃഗാശുപത്രി നവംബർ 2 വിതരണം ചെയ്യും. കോഴി ഒന്നിന് 90 രൂപയാണ് വില. സർക്കാർ അംഗീകൃത എഗ് നഴ്സറിയിൽ നിന്നും വിതരണം ചെയ്യുന്ന മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ ആവശ്യമുള്ള കർഷകർ അഞ്ചൽ മൃഗാശുപത്രിയുമായി ബന്ധപ്പെടണം. മത്സ്യബന്ധനത്തിന് പോകുന്ന പരമ്പരാഗത വള്ളങ്ങളിൽ 10 HP-യിൽ താഴെയുള്ള ഡീസൽ എഞ്ചിനുകൾ ഘടിപ്പിക്കുവാൻ മത്സ്യഫെഡ് 1 ലക്ഷം രൂപയുടെ ധനസഹായം നൽകും.
മണ്ണെണ്ണയുടെ ദൗർലഭ്യം പരിഹരിക്കുവാനും മത്സ്യബന്ധന ചിലവ് കുറയ്ക്കുവാനുമാണ് ഡീസൽ എഞ്ചിനുകൾ ഘടിപ്പിക്കുന്നത്. താൽപ്പര്യമുള്ളവർ ജില്ലാതല മത്സ്യഫെഡ് ഓഫീസുമായി ബന്ധപ്പെടണം. തൊടുപുഴ നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന നിറവ് പദ്ധതിയിലൂടെ 90 കിടാരികളെയും 2800 ആടുകളെയും വിതരണം ചെയ്യുന്നു. ഒരു യൂണിറ്റിൽ 2 കിടാരികൾ വീതം 45 കർഷകർക്ക് ആനുകൂല്യം ലഭിക്കും. തൊടുപുഴ നിയോജക മണ്ഡലത്തിലെ 12 പഞ്ചായത്തുകളിലും തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലും ലഭിക്കുന്ന ആനുകൂല്യങ്ങൾക്കായി അതാത് മൃഗാശുപത്രികളുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇടുക്കി ജില്ലയിലെ മൃഗാശുപത്രികൾ വഴി നടപ്പിലാക്കുന്ന ഇടുക്കി പാക്കേജ് പദ്ധതി പ്രകാരം 40,490 പേർക്ക് 2 ആടുകളെ വീതം നൽകും. അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള കർഷകർ അതാത് മൃഗാശുപത്രികളുമായി ബന്ധപ്പെടണം. നാളികേര വികസന ബോർഡ് പൈലറ്റ് അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ ജില്ലകളിൽ 2009-10 മുതൽ നടപ്പിലാക്കിയ തെങ്ങു കൃഷി പുനരുദ്ധാരണ പദ്ധതി ഇനി എല്ലാ ജില്ലകളിലേക്കും 2 ഘട്ടമായിട്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കാറ്റുവീഴ്ച രോഗം ഗുരുതരമായി ബാധിച്ചിട്ടുള്ള ഹോട്ട്സ്പോട്ട് എന്ന് വിശേഷിപ്പിക്കുന്ന ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലും തെങ്ങുകൃഷി ഏറ്റവും കുറഞ്ഞ വയനാട്ടിലും 1ാം ഘട്ടമായും രോഗാവസ്ഥ കുറഞ്ഞതും എന്നാൽ തെങ്ങുകൃഷി വിസ്തൃതി കൂടുതലുള്ളതുമായ കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് എന്നീ ജില്ലകളിൽ 2ാം ഘട്ടമായിട്ടുമായിരിക്കും പദ്ധതി നടപ്പിലാക്കുക. നാളികേര വികസന ബോർഡും സംസ്ഥാന കൃഷി വകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സഹകരിച്ച് ബോർഡിനു കീഴിലുള്ള കർഷക കൂട്ടായ്മകളായ ഉൽപ്പാദക സംഘങ്ങളുടെയും ഫെഡറേഷനുകളുടെയും കമ്പനികളുടെയും മേൽനോട്ടത്തിലായിരിക്കും പദ്ധതി നടപ്പിലാക്കുക. സംസ്ഥാന കൃഷി വകുപ്പിന്റെ കീഴിൽ 6 കാർഷിക മൊത്ത വ്യാപാര വിപണികൾ പ്രവർത്തിച്ചു വരുന്നു. കർഷകർക്ക് കാർഷികോൽപ്പന്നങ്ങൾ ലേല വ്യവസ്ഥയിലൂടെ വിറ്റഴിക്കുവാനുള്ള സൗകര്യം ഇവിടെ ഉണ്ടായിരിക്കും. ഇടനിലക്കാരോ ഏജന്റുമാരോ ഇല്ലാതെ കാർഷികോൽപ്പന്നങ്ങൾ വിപണനം നടത്താവുന്നതാണ്. തിരുവനന്തപുരം ജില്ലയിൽ ആനയറയിലും നെടുമങ്ങാടും കർഷകർക്ക് ഇതിനുള്ള സൗകര്യമുണ്ടായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0471255890. മറ്റൊരു നമ്പർ 04722813 കേരളത്തിലെ ആദ്യത്തെ അഗ്രി മെഷീനറി ടെസ്റ്റിംഗ് സെന്റർ തവനൂർ കേളപ്പജി കാർഷിക എഞ്ചിനീയറിംഗ് കോളേജിൽ യാഥാർത്ഥ്യമാകുന്നു. കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക സഹായത്തോടെ ആരംഭിക്കുന്ന ഈ ഗുണമേന്മ പരിശോധനാ കേന്ദ്രം ഈ മാസം 21-ന് ഉദ്ഘാടനം ചെയ്യും. കാർഷിക മേഖലയിൽ ഉപയോഗിക്കപ്പെടുന്ന വിവിധ തരം കൃഷിയന്ത്രങ്ങൾ ഈ കേന്ദ്രത്തിൽ പരിശോധന നടത്തി ഗുണനിലവാര സർട്ടിഫിക്കറ്റ് നൽകും. ഈ സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ കൃഷിയന്ത്രങ്ങൾക്ക് വിൽപ്പനാനന്തര സർക്കാർ സബ്സിഡിക്ക് അർഹത ഉണ്ടായിരിക്കുകയുള്ളൂ. കൃഷിയന്ത്രങ്ങൾക്ക് കുതിരശക്തിക്കനുസരിച്ചായിരിക്കും ടെസ്റ്റിംഗ് ഫീസ് കണക്കാക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 049126872214. മൊബൈൽ നമ്പർ 9446113559. ഇടവ കൃഷിഭവന്റെ പരിധിയിൽ തെങ്ങു കയറുന്നതിൽ പരിശീലനം നൽകുന്നു. 10 പേരടങ്ങുന്ന ഗ്രൂപ്പുകൾക്കാണ് പരിശീലനം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 047026632122. കമ്പോള നിലവാരം. റബ്ബർ RSS 4 കിൻഡലിന് 16,500 രൂപ. റബ്ബർ RSS 5 15,900 രൂപ. വെളിച്ചെണ്ണ കിൻഡലിന് 9,900 രൂപ. കൊപ്ര 6,950 രൂപ. കുരുമുളക് കിൻഡലിന് 43,500 രൂപ. നാളികേരം തൊണ്ടോട് കൂടിയത് 1000-ന് 6,100 രൂപ. നാളികേരം തൊണ്ടില്ലാതെ 1000-ന് 5,700 രൂപ. കമ്പോള അവലോകനം. കുരുമുളക് വിപണി കൊച്ചിയിൽ ഗാർബിൾഡ് കുരുമുളക് കിൻഡലിന് 43,500 രൂപ. അൺഗാർബിൾഡ് കുരുമുളക് 41,500 രൂപ. കുരുമുളക് വിപണി കൽപ്പറ്റയിൽ ചേട്ടൻ കുരുമുളക് കിൻഡലിന് 41,000 രൂപ. വയനാടൻ കുരുമുളക് 41,500 രൂപ. കൊപ്ര വിപണി കിൻഡലിന് കോഴിക്കോട് 6,900 രൂപ. തളിപ്പറമ്പ് 6,400 രൂപ. കാസർഗോഡ് 6,500 രൂപ. വെളിച്ചെണ്ണ വിപണി കിൻഡലിന് കണ്ണൂർ
10,267 രൂപ, കോട്ടയം 9,800 രൂപ, ആലപ്പുഴ 9,400 രൂപ. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.8 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 32, 24.3, കൊച്ചി 31.2, 23, ആലപ്പുഴ 30.9, 25, പുനലൂർ 31.1, 22.5, തിരുവനന്തപുരം 32, 24 ഡിഗ്രി സെൽഷ്യസ്. ഇതോടുകൂടി ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.